മീനാക്ഷിയും മാധവ സുരേഷും തമ്മിൽ അടുപ്പമുണ്ടെന്നുള്ള വാർത്ത മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിച്ചിരുന്നു. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത മീനാക്ഷിയുടെ വീഡിയോ മാധവ സുരേഷിന്റെ പേര് കൂട്ടിച്ചേർത്ത് പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഗോസിപ്പുകൾ നിറഞ്ഞു. ഒരുപാട് കൂടുതലായി ഗോസിപ്പുകൾ നിറഞ്ഞപ്പോൾ മാധവ സുരേഷ് രംഗത്തെത്തി ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി. ഇപ്പോഴിതാ തന്നോട് കുറച്ച് താല്പര്യം കൂടുതലാണ് ദിലീപേട്ടന്റെ ഫാമിലിക്ക് ഉള്ളതെന്ന് മാധവ് സുരേഷ് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പുറത്തുവിട്ടിരിക്കുകയാണ്. എനിക്ക് കാവ്യേച്ചിയുടെ മനസ്സിൽ പ്രത്യേക സോഫ്റ്റ് കോർണറുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു ഫാൻ ആകുന്ന നടൻ എന്നത് ദിലീപ് അങ്കിളാണ്. 4-5 വയസ്സുള്ളപ്പോഴാണ് CID മൂസ ഇറങ്ങുന്നത്. തുടർച്ചയായി ആ സിനിമ കാണുകയായിരുന്നു. എനിക്ക് ഒട്ടും ബോറടിക്കുമായിരുന്നില്ല. ഇപ്പോഴും ആ സിനിമ എനിക്ക് കാണാനാകും. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ദിലീപ് അങ്കിൾ വളരെ വേഴ്സറ്റൈൽ ആക്ടറാണ്. ഏത് റേഞ്ചിലുള്ള റോളും ഏത് ടൈപ്പിലുള്ള റോളും വൃത്തിയായി ചെയ്യുന്ന വ്യക്തിയാണ് ദിലീപ് അന്നും ഇന്നും. എത്രത്തോളം ആളുകൾക്ക് അറിയുമെന്നറിയില്ല. 34 ഹിറ്റുകളാണ് അദ്ദേഹം ബാക്ക് ടു ബാക്ക് നൽകിയിട്ടുള്ളത്. ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിൽ പ്രോഫിറ്റ് സെയിൽ പോയ 34 ഹിറ്റുകൾ. എൻ്റെ അച്ഛൻ ചെയ്തത് 11ആണ്. മറ്റ് സൂപ്പർ സ്റ്റാറുകൾ 10നും 12നും ഇടയ്ക്കാണ്. കാവ്യേച്ചിയുമായി ഞാൻ അധികം സമയം ചിലവഴിച്ചിട്ടില്ല. എന്നാലും എപ്പോൾ കണ്ടാലും ഇതിനൊരു കുത്ത് കിട്ടും. കാവ്യേച്ചിയുമായി ഞാൻ അധികം സമയം ചിലവഴിച്ചിട്ടില്ല. പക്ഷേ മുൻപ് ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾക്കിടയിൽ നടന്ന ഒരു സംഭവം, അതേക്കുറിച്ചോർത്ത് കാവ്യേച്ചി എപ്പോഴും എന്നെ കളിയാക്കും. മാധവ സുരേഷ് കുഞ്ഞായിരുന്നപ്പോൾ തന്നോട് വന്ന് സംസാരിച്ചതിനെക്കുറിച്ചാണ് കാവ്യ മുൻപൊരിക്കൽ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നടന്ന സംഭവ വികാസങ്ങളൊക്കെ ഇപ്പോൾ എവിടെ വെച്ച് കണ്ടാലും കാവ്യ മാധവൻ ഒരു കുത്തുവാക്ക് പോലെ പറയുമെന്നാണ് മാധവ സുരേഷ് പറഞ്ഞു വെക്കുന്നത്. ഒരു സെലിബ്രിറ്റി ഫാമിലി മാത്രമല്ല തനിക്കുള്ളതെന്നാണ് മാധവ സുരേഷ് പിന്നീട് പറഞ്ഞത്. എന്നാൽ മീനാക്ഷിയെക്കുറിച്ച് പറയാനും മാധവ് സുരേഷ് മറന്നില്ല. ചക്കി ചേച്ചിയും കണ്ണൻ ചേട്ടനും ജയറാം അങ്കിളും അശ്വതി അപ്പച്ചിയും ഒക്കെ എനിക്ക് അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. ദുൽഖറുമായി ആദ്യം സംസാരിക്കുന്നത് JSK ചെയ്യുന്ന സമയത്താണ്. മമ്മൂക്ക അങ്കിളിന്റെ അനുഗ്രഹം വാങ്ങി. ഇക്കയെ വിളിച്ചു പറഞ്ഞു. രാജുചേട്ടൻ, ടോവി ചേട്ടൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. കുട്ടിക്കാലം തൊട്ട് പറയാനാണെങ്കിൽ ദിലീപ് അങ്കിളുമായാണ് ബന്ധം. അതേസമയം സിനിമാ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സമയം ചിലവഴിച്ചത് ജയറാമംഗലിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് മാധവ് സുരേഷ് പറഞ്ഞു. അശ്വതി അപ്പച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അച്ഛൻ്റെ പെങ്ങളെ പോലെയാണ്. എപ്പോഴും ബന്ധപ്പെടാറില്ലെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ 2 കുടുംബങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായി നിൽക്കാറുണ്ടെന്ന് മാധവ് സുരേഷ് പറഞ്ഞു. ദിലീപിന്റെ മകൾ മീനാക്ഷിയെ ചേർത്തുയരുന്ന ഗോസിപ്പുകളോടും മാധവ് പ്രതികരിച്ചു. മീനാക്ഷിയെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഭാര്യ എന്നാണ് വിളിക്കുന്നതെന്ന് മാധവ് തമാശ രൂപേണ പറഞ്ഞു. ഗോസിപ്പുകളെക്കുറിച്ചൊക്കെ ഞങ്ങൾ തമാശ പറയും. ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് മീനാക്ഷി. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഒരു കാമിങ് എൻവയോൺമെൻറ്റ് തോന്നിയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. മീനാക്ഷിയുമായി ചേർത്തുള്ള വാർത്തകൾ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിന് വേണ്ടിയുള്ളതാണ്. ദിലീപിൻ്റെ മകൾ സുരേഷ് ഗോപിയുടെ മകൻ കണക്റ്റാക്കുക. അവൾക്കും എനിക്കും 25 വയസ്സ്. ഇതൊക്കെ കണക്റ്റാക്കുമ്പോൾ വർക്കാവുമല്ലോ, മാധവ് പറഞ്ഞു. മീനാക്ഷി തൻ്റെ അടുത്ത കൂട്ടുകാരിയാണെന്ന് മുൻപ് തന്നെ മാധവ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവരെയും ചേർത്ത അഭ്യൂഹങ്ങൾ ഉയർന്നത്. അതേസമയം ഇത്തരം അഭ്യൂഹങ്ങളോടൊന്നും മീനാക്ഷി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.